എടപ്പാളിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KVVES എടപ്പാൾ യൂണിറ്റ് കമ്മിറ്റി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് നിവേദനം നൽകി. മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നും ഓട്ടോ, ബസ് പാർക്കിംഗ് അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്നും നിവേദനത്തിൽ സൂചിപ്പിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ പാർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് സ്ഥാപനങ്ങളിലേക്ക് നടന്നു കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. എടപ്പാൾ മേൽപ്പാലം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വിഷയമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ വിഷയം നിരന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ ദിവസങ്ങളും എന്തോരം ആ ഒരു പ്രശ്നം കൂടുതൽ വേഴ്സ്റ്റായിട്ടുണ്ട്. പ്രത്യേകിച്ചും പട്ടാമ്പി റോഡിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം. അവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യേണ്ട എന്നല്ല ഇവിടുത്തെ വ്യാപാരി സമൂഹം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പൊന്നാനി റോഡിലെ ഇതുപോലുള്ള ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം, 4 റോഡുകളിലെയും ബസ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം, ബസ് സ്റ്റോപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയങ്ങളൊന്നും തന്നെ ബസ് പാർക്കിംഗ് വേണ്ടെന്നോ ഓട്ടോ പാർക്കിംഗ് വേണ്ടെന്നോ അല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. സാധാരണ ജനങ്ങൾക്ക് എടപ്പാളിനെ ആശ്രയിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സാധാരണ ജനവിഭാഗത്തിന് അവർ എടപ്പാൾ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ എടപ്പാളിലേക്ക് വരാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക, എടപ്പാളിൽ അവർക്ക് പാർക്കിംഗ് വരാനല്ല, അവർ നടന്ന് ആ സ്ഥാപനങ്ങളിലേക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു വളരെ വളരെ ജെന്യൂയിനായിട്ടൊരു ആവശ്യമാണ് എടപ്പാളിലെ വ്യാപാരി സമൂഹം ഈ ഒരു കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. വ്യാപാരികളുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനോ വ്യാപാരികളുടെ അവർ കടകളിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തിനോ അല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അത് ബഹുമാന്യരായ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉടനെ വിളിച്ചു ചേർത്തുകൊണ്ട് ആ കാര്യം ഒരു തീരുമാനമെടുത്തുകൊണ്ട് അടിയന്തരമായി നടപ്പിലാക്കിയില്ലെങ്കിൽ എടപ്പാളിലെ പാർക്കിംഗ് പ്രശ്നം ഇത് വളരെ രൂക്ഷമാവുകയും വരും ദിവസങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് എടപ്പാളിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനോ മറ്റു കാര്യങ്ങൾ നിറവേറ്റാനോ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. തുടർന്ന് നടന്ന യോഗത്തിൽ വ്യാപാരികളുടെ പരാതി പരിഗണിക്കാമെന്നും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ആവശ്യമായ തീരുമാനമെടുക്കാമെന്നും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചെയർമാൻ C. രാമകൃഷ്ണൻ, കൺവീനർ കൂടിയായ ചെങ്ങരംകുളം SHOയും വ്യാപാരി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ മറുപടി നൽകി. NCV ന്യൂസ്, എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.